യോഹന്നാൻ്റെ സുവിശേഷം 19 അധ്യായം അതിൻ്റെ 12 മുതൽ 16 വരെയുള്ള വേദഭാഗങ്ങളായിരിക്കും നമ്മളിന്ന് ചിന്തിക്കുന്നത്. ജോൺ ചാപ്റ്റർ 19 വേഴ്സസ് 12 through 16 ആയിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. ഞാനത് വായിക്കാം. ഇത് നിമിത്തം പീലാത്തോസ് അവനെ വിട്ടയക്കുവാൻ ശ്രമിച്ചു. ഇത് നിമിത്തം എന്ന് പറയുമ്പോഴത്തേക്കിന് ഇതിന് മുമ്പുള്ള വേഴ്സ് ഒന്ന് നോക്കണേ നമ്മളെ. അതിന് മുമ്പുള്ള വേഴ്സിൽ ഇങ്ങനെ കാണുന്നത്, യേശു അവനോട്, മേലിൽ നിന്ന് നിനക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ എൻ്റെ മേൽ നിനക്ക് ഒരധികാരവും ഉണ്ടാകുകയില്ലായിരുന്നു. അതുകൊണ്ട് എന്നെ നിന്റെ പക്കൽ ഏൽപ്പിച്ചവന് അധികം പാപമുണ്ട് എന്ന് ഉത്തരം പറഞ്ഞു. അതിനുശേഷമാണ് പറയുന്നത്, ഇത് നിമിത്തം പീലാത്തോസ് അവനെ വിട്ടയക്കുവാൻ ശ്രമിച്ചു. യഹൂദന്മാരോ, നീ ഇവനെ വിട്ടയച്ചാൽ കൈസരുടെ സ്നേഹിതനല്ല, തന്നെത്താൻ ആക്കുന്നവൻ എല്ലാം കൈസരോട് മത്സരിക്കുന്നുവല്ലോ എന്ന് ആർത്തു പറഞ്ഞു. ഈ വാക്ക് കേട്ടിട്ട് പീലാത്തോസ് യേശുവിനെ പുറത്തു കൊണ്ടുവന്ന് കൽത്തളമെന്നും എബ്രായ ഭാഷയിൽ ഗബ്ബദ എന്നും പേരുള്ള സ്ഥലത്ത് ന്യായാസനത്തിൽ ഇരുന്നു. അപ്പോൾ പെസഹയുടെ ഒരുക്കനാൾ ഏകദേശം 6 മണി നേരം ആയിരുന്നു. അവൻ യഹൂദന്മാരോട്, ഇതാ നിങ്ങളുടെ രാജാവ് എന്നു പറഞ്ഞു. അവരോ, കൊന്നുകളയുക, അവനെ ക്രൂശിക്കുക എന്ന് നിലവിളിച്ചു. നിങ്ങളുടെ രാജാവിനെ ഞാൻ ക്രൂശിക്കണമോ എന്ന് പീലാത്തോസ് അവരോട് ചോദിച്ചു. അതിന് മഹാപുരോഹിതന്മാർ, ഞങ്ങൾക്ക് കൈസരല്ലാതെ മറ്റൊരു രാജാവില്ല എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ അവനെ ക്രൂശിക്കേണ്ടതിന് അവർക്ക് ഏൽപ്പിച്ച് കൊടുത്തു. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കണ്ട ചില കാര്യങ്ങൾ ഒന്ന് ബ്രഷപ്പ് ചെയ്ത് പോയാൽ നല്ല സന്തോഷമായിരിക്കുമെന്ന് വിശ്വസിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ എന്തുവായിരുന്നു ചിന്തിച്ചത്? അതിനെക്കുറിച്ചായിരുന്നു. അപ്പം നമ്മൾ പറഞ്ഞായിരുന്നു പീലാത്തോസും യേശുവും തമ്മിലുള്ള സെക്കൻഡ് എൻകൗണ്ടർ നമ്മൾ കണ്ടായിരുന്നു. ഇതിനു മുമ്പുള്ള അധ്യായത്തിൽ കണ്ടായിരുന്നു, നീ എവിടെ നിന്ന് വന്നു എന്ന് പീലാത്തോസ് ചോദിക്കുന്നുണ്ട്. അതിനുശേഷം രണ്ടാമത് വരുമ്പോഴത്തേക്കിന് അവർ സംസാരിക്കുന്ന സംഭാഷണത്തിനകത്ത് വരുന്നൊരു കാര്യം ഇങ്ങനെയാണ്, നീ ദൈവത്തിൻ്റെ പുത്രൻ എന്നുള്ള രീതിയിലേക്ക് യഹൂദന്മാർ സംസാരിച്ചപ്പോൾ, അല്ലെങ്കിൽ ദൈവത്തെ തൻ്റെ പിതാവാക്കി എന്ന് പറഞ്ഞപ്പോൾ ദൈവദൂഷണം പറഞ്ഞു എന്നാണ് പറഞ്ഞത്. അപ്പോൾ പീലാത്തോസ് വിചാരിച്ച് അവരുടെ ആ ഒരു സോഷ്യൽ ഇതനുസരിച്ച് ദേവന്മാർ മനുഷ്യരൂപത്തിൽ വരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. അപ്പം ശരിക്കും പീലാത്തോസിന് തോന്നി, യേശു മറ്റുള്ളവരെ പോലെ അല്ല നിൽക്കുന്നത്, മനുഷ്യന്മാരെ പോലെ അല്ല നിൽക്കുന്നത്. അപ്പോൾ ഇതൊരു ഡിവൈൻ നേച്ചറുള്ള വ്യക്തിയാണെങ്കിൽ ഞാൻ ഇവനെ ക്രൂശിക്കാൻ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഭവിഷ്യത്തുകൾ, ആഫ്റ്റർ എഫക്ട്സ് തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് പേടിച്ചുകൊണ്ട് യേശുവിനെ റിലീസ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നുണ്ട്. പക്ഷേ അന്നേരം താഴേക്ക് വരുന്നുണ്ട് ഞാൻ കാണുന്നത്, പീലാത്തോസിനോട് പറയുകയാണ്, മുകളിൽ നിന്ന് അനുവാദം കിട്ടിയിട്ടല്ലാതെ എന്നെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല, പക്ഷെങ്കിൽ എന്നെ നിനക്ക് ഏൽപ്പിച്ചു തന്നവർക്ക് അധികം പാപമുണ്ടെന്ന് പറഞ്ഞു. അപ്പം അത് നമുക്കറിയാം, യഹൂദന്മാരെ പറ്റിയാണ് അത് പറഞ്ഞെന്നുള്ള കാര്യം നമുക്ക് കഴിഞ്ഞ ആഴ്ച പറഞ്ഞായിരുന്നു. അതിനുശേഷമാണ് ഇത് നിമിത്തം പീലാത്തോസ് അവനെ വിട്ടയക്കുവാൻ ശ്രമിച്ചു. ഇപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് പീലാത്തോസ് ഈ യേശുവിനെ വിട്ടയക്കുവാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ യഹൂദന്മാർ അവനോട്, നീ അവനെ വിട്ടയച്ചാൽ കൈസറുടെ സ്നേഹിതനല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞായിരുന്നു, സീസർ വേഴ്സസ് ക്രൈസ്റ്റ്. സീസറുണ്ട്, കൈസറുണ്ട്, യേശു മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ തിബരിയാസിൻ്റെ കാലത്ത്, എംപറർ ടൈബീരിയസിൻ്റെ കാലത്ത് ഒരു സംഭവം നടക്കുന്നുണ്ട്. ഒരു ഗവർണർ വാസ് അക്യൂസ്ഡ് ഓഫ് സപ്പോർട്ടിങ് റിബല്യൻ. അവർ ഒരു റിബല്യനെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഹി വിൽ ലൂസ് ഹിസ് പൊസിഷൻ, ലൂസ് ഹിസ് വെൽത്ത്, ബി എക്സൈൽഡ്, ഈവൻ ബി എക്സിക്യൂട്ടഡ്. അപ്പോൾ ഇങ്ങനെയുള്ള സീസണിലൂടെ ഇവർ കടന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു കാർഡാണ് ശരിക്കും പറഞ്ഞാൽ യഹൂദന്മാർ ഈ പീലാത്തോസിൻ്റെ അടുക്കൽ എടുക്കുന്നത്. അപ്പോൾ നീ ഇവനെ വിട്ടയച്ചാൽ കൈസരുടെ സ്നേഹിതനല്ല. അപ്പോൾ കൈസരുടെ സ്നേഹിതനാണെങ്കിൽ ഇവർ പറയുന്നത് പോലെ ചെയ്ത് കൈസറുടെ ആ ഒരു അതോറിറ്റി പോലെയാണ് ഇവർക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പം പറയാണ്, ഇവനെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നീ കൈസറുടെ സ്നേഹിതനല്ലാതെയായി മാറുകയാണ്. അതിന് പറയുകയാണ്, നീ അങ്ങനെ വിട്ടയക്കുകയാണെങ്കിൽ തന്നെത്താൻ നീ രാജാവാകാൻ ശ്രമിക്കുകയാണ്, അങ്ങനെ ചെയ്യുന്നവനെല്ലാം കൈസരോട് മത്സരിക്കുന്നു. സോ ദേ ആർ ഒപ്പോസിങ് അഗെയിൻസ്റ്റ് സീസർ എന്നുള്ള കാര്യമാണ് അവിടെ ഉണ്ടാകുന്നത്. സോ അപ്പം തൻ്റെ മുമ്പിൽ 2 ചോയ്സസ് വന്ന് നിൽക്കുകയാണ്. ഒന്ന് തൻ്റെ പൊസിഷൻ, തൻ്റെ സീറ്റ്, തൻ്റെ ഫ്രണ്ട്ഷിപ്പ് വിത്ത് സീസർ. ഇപ്പുറത്ത് യേശു നിൽക്കുകയാണ്, പടയാളികൾ അടിച്ച് തലയിൽ മുൾക്കിരീടമൊക്കെ വെച്ച് ഒരു പർപ്പിൾ റോബൊക്കെ ധരിച്ച് യേശു ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ 2 ക്വസ്റ്റ്യൻസ് പീലാത്തോസിന് മുമ്പിലുണ്ട്. പീലാത്തോസിന് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ശരിക്കും പീലാത്തോസിന് വേണമെങ്കിൽ പറയാം, എനിക്ക് കൈസറുടെ സ്നേഹിതൻ എന്നുള്ള പേര് താല്പര്യമില്ല, ഞാൻ യേശുവിനെ റിലീസ് ചെയ്യാമെന്ന് വേണേൽ പറയാമായിരുന്നു. പക്ഷെങ്കിൽ ആ പീലാത്തോസിന് മുമ്പിൽ അന്നേരം പ്രോമിനൻ്റ് ആയിട്ട് നിന്നത് തൻ്റെ സീറ്റ് തന്നെയായിരുന്നു, കസേര തന്നെയായിരുന്നു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? ഈ കേട്ടിട്ട് യേശുവിനെ പുറത്ത് കൊണ്ടുവന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു ആ ഒരു സിനാരിയോ നമ്മൾ പറഞ്ഞായിരുന്നു, ഒരു കൽത്തളം പോലെയുള്ള സ്ഥലത്താണ് യേശുവിനെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. എബ്രായ ഭാഷയിൽ ഗബ്ബദ എന്ന പേരുള്ള സ്ഥലത്തിന് ന്യായാസനത്തിൽ ഇരുന്നു. അപ്പോൾ യേശു അവിടെ നിൽക്കുകയാണ്.
അവിടെ പീലാത്തോസ് താനവിടെ ഇരിക്കുന്നു. അതിനുശേഷം അപ്പോൾ പെസഹയുടെ ഒരുക്കനാൾ ഏകദേശം 6 മണി നേരമായിരുന്നു. അവൻ യഹൂദന്മാരോട് ഇതാ നിങ്ങളുടെ രാജാവെന്ന് പറഞ്ഞു. അപ്പോൾ യഹൂദന്മാർ പറയുകയാണ്, ആദ്യം യേശുവായിട്ടുള്ള സംഭാഷണത്തിനകത്ത് പീലാത്തോസിന് മനസ്സിലായിരുന്നു തൻ്റെ സീറ്റിന് കസേരയ്ക്ക് ഒരു ത്രെട്ട് അല്ല എന്ന് മനസ്സിലായിരുന്നു. പക്ഷെങ്കിൽ ഈവൻ സ്റ്റിൽ ഹി വാസ് സേയിങ് ദാറ്റ് ഇതാ നിങ്ങളുടെ രാജാവെന്ന് പറഞ്ഞു. അതിനുശേഷം മുമ്പോട്ടേക്ക് പോവുകയാണ്. അവൻ യഹൂദന്മാരോട് ഇതാ നിങ്ങളുടെ രാജാവെന്ന് പറഞ്ഞു. അവരോ കൊന്നുകളയുക, അവനെ ക്രൂശിക്കുക എന്ന് നിലവിളിച്ചു. നിങ്ങളുടെ രാജാവിനെ ഞാൻ ക്രൂശിക്കണമോ എന്ന് പീലാത്തോസ് അവരോട് ചോദിച്ചു. അതിന് മഹാപുരോഹിതന്മാർ ഞങ്ങൾക്ക് കൈസരല്ലാതെ മറ്റ് രാജാവില്ല എന്ന് ഉത്തരം പറഞ്ഞു. നമ്മളത് ശരിക്കും ആ ഒരു വാക്യം കേൾക്കുന്നുണ്ടേ നോർമലി പറഞ്ഞൊരു വാക്യമായിട്ട് നമുക്ക് തോന്നുമായിരിക്കും, ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് തോന്നുന്നത് അല്ലേ. പൊളിറ്റിക്കലി അവർ പറയുന്നു ഞങ്ങൾക്ക് സീസറാണ് രാജാവായിട്ട് നിൽക്കുന്നത്, സീസർ അല്ലാതെ വേറെ രാജാവില്ല, യേശുവിനെ രാജാവ് ഞങ്ങൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിലാണ് നമ്മൾ ചിലപ്പം പറയുന്നത്. പക്ഷേ നമ്മൾ ഇതിന് മുമ്പുള്ള അധ്യായങ്ങൾ ലൂക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് ഒന്ന് പോവുകയാണെങ്കിൽ ലൂക്ക് ചാപ്റ്റർ 19 വേഴ്സ് 14 വരുമ്പോഴത്തേക്കും അവിടെ യേശു ഒരു ഉപമ പറയുന്നുണ്ട്. ആ ഉപമയ്ക്കകത്ത് ഒരു വാക്യം ഇങ്ങനെയുണ്ട്, അവൻ്റെ പൗരന്മാരോ അവനെ പകച്ച് അവൻ്റെ പിന്നാലെ പ്രതിനിധികളെ അയച്ചു, അവൻ ഞങ്ങൾക്ക് രാജാവായിരിക്കുന്നതും ഞങ്ങൾക്ക് സമ്മതമല്ല എന്ന് ബോധിപ്പിച്ചു. ആ ഒരു ഉപമ നിങ്ങൾ പിന്നെ പോയി വായിച്ചാൽ മതി. അപ്പം യഹൂദന്മാർ പറയുന്നതാണ് ഞങ്ങൾക്ക് സീസർ അല്ലാതെ വേറെ രാജാവില്ലെന്ന് പറയുമ്പോൾ അവർ ശരിക്കും പറഞ്ഞാൽ മെശിഹയെ തന്നെയാണ് റിജക്റ്റ് ചെയ്യുന്നത്. നമ്മൾ പഴയ നിയമത്തിലേക്ക് നോക്കുമ്പോൾ നമുക്കറിയാം ശമൂവേലിൻ്റെ അടുത്ത് ഇസ്രായേൽ മക്കൾ വന്നിട്ടൊരു കാര്യം പറയുന്നുണ്ട്. എന്താ പറയുന്നത്? ജാതികൾക്ക് രാജാവുള്ളതുപോലെ ഞങ്ങൾക്കും ഒരു രാജാവിനെ വേണം. അപ്പം യഹോവയായ ദൈവം ശമൂവേലിനോട് ഇടപെട്ടൊരു വാചകമുണ്ട്. അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? പറഞ്ഞോ. അതായത് ശമൂവേലിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ഞങ്ങൾക്കൊരു രാജാവിന്, ജാതികൾക്കുള്ളതുപോലെ രാജാവിനെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ശമൂവേൽ എന്തോ ചെയ്തു? നേരെ രാജാവിനെ ചൂസ് ചെയ്യുമല്ലായിരുന്നു. അദ്ദേഹം വീട്ടിൽ പോയി പ്രാർത്ഥിക്കാനായിട്ട് സമയം സ്പെൻഡ് ചെയ്തപ്പം യഹോവയായ ദൈവം ശമൂവേലിനോടൊരു കാര്യം ഇടപെടുന്നുണ്ട്. എന്തെന്ന് ഓർമ്മയുണ്ടോ? ശമൂവേലിനോട് പറഞ്ഞ ഇങ്ങനെയാണ്, പറഞ്ഞോ. അതിൻ്റെ ബാക്കി ഒരു ഭാഗമുണ്ട്. അവർ നിന്നെ അല്ല എന്നെയാണ് റിജക്റ്റ് ചെയ്തത്. അതായത് ഞങ്ങൾക്ക് രാജാവ് വേണമെന്ന് പറയുമ്പോൾ അവർ ശരിക്കും പറഞ്ഞാൽ തെയോക്രസി, ദൈവാധിപത്യത്തിൻ്റെ പിന്നിലായിരുന്നു. ദൈവം ചില ആൾക്കാരെ ആക്കുന്നു. തെയോക്രസി എന്ന് പറഞ്ഞാൽ ദൈവം തൻ്റെ ഭരണാധികാരികളെ ആക്കി ദൈവം അവരിലൂടെ ശുശ്രൂഷ നടത്തുന്നു. നമുക്കറിയാം ന്യായാധിപന്മാരുണ്ടായിരുന്നു, പ്രവാചകന്മാരുണ്ടായിരുന്നു, അവരിലൂടെ ശുശ്രൂഷ ചെയ്താണ് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ ശമൂവേലിൻ്റെ അടുത്ത് ഇവർ വന്ന് പറയുമ്പം യഹോവയായ ദൈവം പറഞ്ഞിങ്ങനെയാണ്, അവർ നിന്നെ അല്ല റിജക്റ്റ് ചെയ്ത്, അതല്ലെങ്കിൽ ആ മഹാപുരോഹിതൻ അല്ലെ പ്രവാചകൻ അല്ലെങ്കിൽ ന്യായാധിപൻ എന്നുള്ള ആ പൊസിഷനെ അല്ല അവർ റിജക്റ്റ് ചെയ്യുന്നത്. ദേ ആർ ഇൻ ടേൺ റിജക്റ്റിങ് മീ. ദൈവത്തെ അവർ റിജക്റ്റ് ചെയ്യുവാണെന്നാണ് അവർ പറയുന്നത്. സോ അത് തന്നെയാണ് ഇവിടെയും കണക്ട് ചെയ്ത് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇവർ മെസ്സിഹയെ റിജക്റ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യം അവിടെ ഉണ്ട്. അവർക്ക് സീസർ മാത്രമാണ് രാജാവെന്ന് പറയുമ്പോൾ ശരിക്കും ദൈവത്തെ അവർ റിജക്റ്റ് ചെയ്യുവാണ്. അവർ വിചാരിക്കുന്ന അവരുടെ യഹോവയായ ദൈവത്തെ പോലും അവർ ഇൻഡയറക്റ്റ്ലി ദേ വർ റിജക്റ്റിംഗ് ദ ഡീറ്റി ഓഫ് ക്രൈസ്റ്റ് ആൻഡ് ദേ വർ റിജക്റ്റിംഗ് ഗോഡ് ഹെഡ്. മനസ്സിലാവുന്നുണ്ടോ? ആ ഒരു കാര്യമാണ് ഇവിടെ വളരെ സവിസ്തരമായിട്ട് എക്സ്പ്ലെയിൻഡ് ആവുന്നത്. നമുക്കറിയാം സാംസ് ചാപ്റ്റർ 2 വേഴ്സ് 2-3 വരുമ്പോൾ യഹോവയ്ക്കും അവിടുത്തെ അഭിഷക്തനും വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുകയും അധിപതികൾ തമ്മിൽ ആലോചിക്കുകയും ചെയ്യുന്നത്. താഴേക്ക് വരുമ്പോൾ നാം അവൻ്റെ കയറുകളെ പൊട്ടിച്ച് എന്ന് പറഞ്ഞാൽ ആ താഴോട്ടേക്ക് വരുന്നത്. സോ ഇവിടെ നോക്കുന്ന ഉടനെ സീസറുണ്ട്, പൈലറ്റ് ഉണ്ട്, ഹൈ പ്രീസ്റ്റ് ഉണ്ട്, ഇവരെല്ലാവരും ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ അധിപതികളെല്ലാം കൂടി വന്നിട്ട് ഒരു രാജാവിനെതിരായിട്ട് സംസാരിക്കുക. അപ്പം ശരിക്കും പറഞ്ഞാൽ ക്രൂശീകരണത്തിനകത്ത് ഓരോ മൊമെൻറ്റ്സും ശരിക്കും പ്രോഫസീസിൻ്റെ ഫുൾഫിൽമെൻ്റ് ആയിരുന്നു. അതിനകത്ത് ഒരു കാര്യം പോലും ഔട്ട് ഓഫ് പ്ലേസ് ആയിട്ട് നടന്നിട്ടില്ല. യേശുവിനെ അടിച്ചത് നമ്മൾ കഴിഞ്ഞ ആഴ്ച കേട്ടായിരുന്നു. ഐശയ്യാ ചാപ്റ്റർ 53 വളരെ സവിസ്തരം. സെക്കറിയാവിനകത്തുണ്ടായിരുന്നു, സഫറിങ് മെസ്സായെ പറ്റി വരുന്നുണ്ട്. ഇതെല്ലാം ശരിക്കും ആ പ്രോഫസീസ് എല്ലാം നിറവേറുന്നതായിരുന്നു. സോ ശാമുവേൽ ഞാൻ മുമ്പേ പറഞ്ഞു, ഫസ്റ്റ് ശാമുവേൽ ചാപ്റ്റർ 8 ഇസ്രായേൽ ഹ്യൂമൻ കിങ്ങിനെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് റിജക്റ്റ് ചെയ്യുന്നത്. സോ അവരുടെ ആ റിജക്ഷൻ, ദേ വർ സേയിങ് ദാറ്റ് ഞങ്ങൾക്ക് ദൈവത്തെ വേണ്ട, ഞങ്ങൾക്ക് സീസറിനെ മതി. നിങ്ങൾ അവരുടെ ഹിപ്പോക്രസി ഒന്ന് ആലോചിച്ച് നോക്കണേ. അതായത് ഇവർക്ക് ഇവർക്ക് റോമക്കാരെ വളരെ താല്പര്യമില്ലാത്ത ആളുകളാണ്. ഇവരെ കാണുന്ന ഉടനെ
അവരെ കാണുമ്പോൾ കാർക്കിച്ച് തുപ്പും, അവരെ കാണുമ്പോൾ വായി വരുന്ന പള്ളു മൊത്തം പറയും. അവർ ടാക്സ് പിരിക്കാൻ വരുമ്പോൾ ചുങ്കക്കാരെ പറ്റിയൊക്കെ പറയുമ്പോൾ ചുങ്കക്കാരെ കാണുന്നുണ്ടെങ്കിൽ ഇവന്മാർക്ക് ദേഷ്യം ഉണ്ടാകും. അതുപോലെ ഇവർ റിജക്റ്റ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ഈ റോമാക്കാരെന്ന് പറയുന്നത്. നമുക്കറിയാം, വാക്കിംഗ് ദ സെക്കൻഡ് മൈൽ, ഒരുത്തനോട് തൻ്റെ ചുമട് എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒന്നാമത്തെ മൈല് പോലും നടക്കുമ്പം ഇവർ പ്രാഗിക്കൊണ്ടാണ് ഈ ചുമട് എടുത്തുകൊണ്ട് നടക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഇത്രയും വിരോധമായി സംസാരിക്കുന്ന ആൾക്കാർ നിൽക്കുന്നതോടൊപ്പം യേശുവിനെ അവർക്ക് വേണ്ട. ഇത് തന്നെയാണ് ഇന്നത്തെ സമൂഹത്തിലും നടന്നു പോകുന്നത്. അവരുടെ പൊസിഷൻസ് ആയിരിക്കാം, അവരുടെ കംഫർട്ട് സോണുകളായിരിക്കാം, അത് വളരെ പ്രോമനൻ്റ് ആയിട്ട് പറഞ്ഞുകൊണ്ട് അവർക്ക് യേശുവിനെ വേണ്ട, ഞങ്ങൾക്ക് ഞങ്ങളുടെ കംഫർട്ട്സ് മതി എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഒത്തിരി അധികം ആളുകൾ ഉണ്ട്. ഞാൻ മുമ്പോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ അവനെ ക്രൂശിക്കേണ്ടതിന് അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. വേഴ്സ് 16, then delivered he him to them എന്നുള്ള വാക്യമാണ് അവിടെ വരുന്നത്. ശരിക്കും പറഞ്ഞാൽ യേശുവിനെ ആരാണ് ഏൽപ്പിച്ചു കൊടുത്തത്? പറഞ്ഞോ. പീലാത്തോസ് ഏൽപ്പിച്ചു കൊടുത്തെന്നാണ് ഇവിടെ കാണുന്നത്. പക്ഷെങ്കിൽ ഇൻ ടേണ് പിതാവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഏൽപ്പിക്കപ്പെടുകയായിരുന്നു. നമുക്കറിയാം, റോമാലയത്തിൽ ആ വാക്യം ഒന്ന് ഡിസ്പ്ലേ ചെയ്താൽ നല്ലതായിരിക്കും. റോമൻസ് ചാപ്റ്റർ 8 വേഴ്സ് 32 വരുമ്പോൾ സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ച് തന്നവൻ, അവിടെ ഏൽപ്പിച്ച് തന്നവൻ, ആ സെയിം വേർഡ് തന്നെയാണ് വേഴ്സ് 16 ജോൺ ചാപ്റ്റർ 19 വേഴ്സ് 16 കാണുന്നത്. അപ്പോൾ അവനെ ക്രൂശിക്കേണ്ടതിന് ഏൽപ്പിച്ചു കൊടുത്തെന്ന് പറയുമ്പോൾ സെയിം കാര്യം തന്നെയാണ്. ഇവിടെ കാണുന്ന ആ വാക്യത്തിനകത്ത് സ്വന്തം പുത്രനെ ആദരിക്കാതെ പിതാവിനെ പറ്റിയാണ് പറയുന്നത്. എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ച് തന്നവൻ എന്ന് പറയുമ്പോൾ ഇത് രണ്ടും കോൺട്രഡിക്റ്റിംഗ് അല്ല ഒരിക്കലും. ശരിക്കും പറഞ്ഞാൽ ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ എന്ന് പറയുന്ന രീതിയിലാണ് ഈ രണ്ട് വാക്യങ്ങളും നിൽക്കുന്നത്. പീലാത്തോസ് ഇവിടെ ഹ്യൂമൻ റെസ്പോൺസിബിലിറ്റിയാണ് നടത്തുന്നത്. എപ്പോഴും ദൈവത്തിൻ്റെ ആ സോവറിൻ പ്ലാൻസ് ഉണ്ട്, അതിനകത്ത് മാറ്റങ്ങളൊന്നുമില്ല. അതിനകത്ത് പക്ഷേ ഒരു ഹ്യൂമൻ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ പരമാധികാരപ്രകാരമുള്ള പ്ലാൻസിനെ നിവർത്തിക്കുവാൻ വേണ്ടി ചില വ്യക്തികൾ പാത്രങ്ങളാകുന്നു, അല്ലെങ്കിൽ ദേ ആക്ട് അപ്പോൺ ദി ഡിവൈൻ പ്ലാൻ ഓഫ് ഗോഡ്. ചിലപ്പം വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കും ഇവരുടെ സംസാരങ്ങളൊക്കെ ഉണ്ടാകുന്നത്, പക്ഷെങ്കിൽ ഇറ്റ് ഈസ് പെർഫെക്റ്റ്ലി അക്കോർഡിംഗ് ടു ദി സോവറിൻ പ്ലാൻ ഓഫ് ഗോഡ്. അതിനകത്തെ ഈ ഓരോ കാര്യങ്ങളും, പീലാത്തോസിൻ്റെ വർത്താനം, യഹൂദ മഹാപുരോഹിതന്മാരുടെ വാക്കുകൾ, ഇതൊന്നും ഔട്ട് ഓഫ് പ്ലേസ് അല്ല. ആ ഒരു ഹ്യൂമൻ റെസ്പോൺസിബിലിറ്റി എത്രയുമാണെന്ന് മുമ്പിൽ നമ്മൾ കാണുകയാണ്. സോ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ദൈവത്തിൻ്റെ ഒരു സോവറിൻ പ്ലാൻ എപ്പോഴും ഉണ്ട്. ആ സോവറിൻ പ്ലാനിനകത്ത് ഒരു മാറ്റവുമില്ല. പക്ഷെങ്കിൽ ഗോഡ് യൂസസ് അസ് ടു എക്സിക്യൂട്ട് ദോസ് പ്ലാൻസ്. നമ്മൾ ലേറ്റർ പാസേജിലേക്ക് വരുമ്പോൾ നമുക്കത് ചിന്തിക്കാം. പ്രൊവിഡൻസ് ഓഫ് ഗോഡും ഉണ്ട്, സോവറിൻ പ്ലാനുമുണ്ട്, ഇത് രണ്ടുമുണ്ട്. നമ്മളത് പിന്നത്തെ അത് ചിന്തിക്കാം. സോ അവർ പറയുകയാണ്, ഇവിടെ പറഞ്ഞ വാക്യം, അപ്പോൾ അവനെ അവർ ക്രൂശിക്കേണ്ടതിന് അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. സോ ഹ്യൂമൻ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ആക്ട്സ് ചാപ്റ്റർ 2 വേഴ്സ് 23 വരുമ്പോൾ അവൻ നിങ്ങൾക്ക് ഉറപ്പിച്ച് തന്ന പുരുഷനായ നസ്രയനായ യേശുവിനെ അവൻ മുന്നമേ അറിഞ്ഞ്, ആ വാക്യം നോക്കണേ, മുന്നമേ അറിഞ്ഞ് തീരുമാനിച്ചതുപോലെ, വേറൊരു വേർഷനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ്, തീരുമാനിച്ചതുപോലെ നിങ്ങൾക്ക് ഏൽപ്പിച്ചു. രണ്ട് കാര്യങ്ങൾ, മുന്നമേ അറിഞ്ഞു, രണ്ടാമത്തെ കാര്യം നിങ്ങൾക്ക് ഏൽപ്പിച്ചു. സോ ദേ ആർ തിങ്കിങ് ദാറ്റ് ദേ ഡെലിവേർഡ് ജീസസ് ടു ബി ക്രൂസിഫൈഡ്, ബട്ട് ദിസ് തിങ് വാസ് perfectly orchestrated by the divine plan of the Father. മുമ്പോട്ടേക്ക് പോവുകയാണ്. ഡിവൈൻ ലെയർ ഉണ്ട്, ഒരു സോവറിൻ പ്ലാൻ ഉണ്ട്. ഹി ഡിഡ് നോട്ട് സ്പെയർ ഹിസ് സൺ എന്നുള്ള കാര്യം. ഇത് രണ്ടും ഒരു നാണയത്തിൻ്റെ രണ്ട് ഭാഗങ്ങളായിട്ട് നിൽക്കുകയാണ്. സോ ഇറ്റ് എക്സിക്യൂട്ട്സ് സൈഡ് ബൈ സൈഡ് വിത്തൗട്ട് എനി കോൺഫ്ലിക്റ്റ് എന്ന കാര്യമാണ് നാം മനസ്സിലാക്കേണ്ടത്. രണ്ട് വാക്യം കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് അവിടെ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. സോ 17-ാം വാക്യത്തിൽ വരുമ്പോൾ, അവർ യേശുവിനെ കയ്യേറ്റു, അവൻ താൻ തന്നെ ക്രൂശി ചുമന്നുകൊണ്ട് എബ്രായ ഭാഷയിൽ ഗോൽഗോത്ത എന്നു പേരുള്ള തലയോടിടം എന്ന സ്ഥലത്തേക്ക് പോയി. അവിടെ അവർ അവനെയും അവനോട് കൂടെ വേറെ രണ്ട് ആളുകളെയും, ഒരുത്തനെ അപ്പുറത്തും ഒരുത്തനെ ഇപ്പുറത്തും, യേശുവിനെ നടുവിലുമായി ക്രൂശിച്ചു. സോ നമുക്കറിയാം, യേശു
ഗോൽഗോഥയിലേക്ക് പോകുന്ന ആ ഒരു പ്രോഗ്രഷനൊന്നും യോഹന്നാൻ പറയുന്നില്ല. നമുക്കറിയാം മറ്റ് അധ്യായങ്ങൾ, മറ്റ് സുവിശേഷങ്ങളൊക്കെ വായിക്കുമ്പോഴത്തേക്ക് നമുക്കറിയാം യേശു നടന്നു പോകുകയിൽ വീണും എഴുന്നേറ്റും ഒക്കെയാണ് യേശു പ്രോഗ്രസ് ചെയ്ത് പോകുന്നത്. അന്നേരം ആരോടാ പറഞ്ഞത് ക്രൂശെടുക്കാൻ വേണ്ടി? കുറേനക്കാരനായ ശീമോനോട് പറയുന്നുണ്ട്. താൻ വയലിൽ നിന്ന് വരികയായിരുന്നു. അവനോട് പറഞ്ഞു, കം, നീ ആ ക്രൂശ് എടുത്തേ ഒക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ശരിക്കും പറഞ്ഞാൽ യേശു തൻ്റെ ഹ്യൂമൻ നേച്ചറാണ് അവിടെ കാണുന്നത്. ഒരു മനുഷ്യൻ ശരീരത്തിൽ എത്രയും അധികം വേദനകൾ സഹിച്ചു കഴിയുമ്പോൾ അവന് ഫീബിൾനെസ് ഉണ്ടാകുമോ, വേറിനെസ് ഉണ്ടാകുമോ, വീക്ക്നെസ് ഉണ്ടാകുമോ, അത് കൃത്യമായി അനുഭവിച്ചത് ആരാണ്? യേശു മനസ്സിലാക്കി. ഇതിന് നോസിസിസം ഉണ്ട്, അരിയനിസം ഉണ്ട്, ഒത്തിരി അധികം ഹെററ്റിക്കലായിട്ടുള്ള ഡോക്ട്രിൻസ് ഉണ്ട്. അവരൊക്കെ പറയുന്നത് യേശു തൻ്റെ ഡിവൈൻ നേച്ചറിലാണ് ക്രൂശിൽ അനുഭവിച്ചതെന്നൊരു കാര്യം പറയുന്നുണ്ട്. അതല്ലെങ്കിൽ യേശുവിന് തൻ്റെ ശരീരത്തിനകത്ത് ഈ അടിയൊക്കെ കിട്ടുമ്പോഴും തനിക്ക് ഈ വേദന അനുഭവിക്കുമ്പോഴും തൻ്റെ ഡിവൈൻ നേച്ചറിലാണത് മനസ്സിലാക്കിയത്. അപ്പോൾ ശരിക്കും യേശുവിന് വേദന എടുത്തില്ല, അവൻ കഷ്ടതകൾ അനുഭവിച്ചില്ല, മനുഷ്യനായിട്ടല്ല അവൻ ക്രൂശിൽ കയറിയെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ വാചകങ്ങളിലൂടെ ഒക്കെ പോകുമ്പോൾ, തിന്നത്തിലേക്ക് വരുമ്പോൾ എനിക്ക് ദാഹിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും മനുഷ്യനായി തന്നെ, പൂർണ്ണ മനുഷ്യനായി തന്നെയാണ് യേശു ഈ കഷ്ടതകൾ മുഴുവനും അനുഭവിക്കുന്നത്. സോ കുറേനക്കാരനായ ശീമോൻ ഈ ക്രൂശ് ചുമന്നുകൊണ്ട് ഈ കാൽവറിയിലേക്ക്, ആ ഗോൽഗോഥയിലേക്ക് നടന്നു പോവുകയാണ്. നമുക്കറിയാം ഈ ഗോൽഗോഥ എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്ലേസ് ഔട്ട്സൈഡ് ദി സിറ്റി. ഈ സിറ്റിക്ക് പുറത്തുള്ളൊരു സ്ഥലമാണ് ഈ ഗോൽഗോഥ എന്ന് പറയുന്നത്. നമ്മൾ 2-3 ആഴ്ച മുമ്പ് നമ്മൾ വേറൊരു സ്ഥലത്തെ പറ്റി പറഞ്ഞായിരുന്നു. ഒരു തോട് കടന്ന് അപ്പുറത്ത് പോയെന്നോ, ഞാൻ തോടിൻ്റെ പേരെന്തുമായിരുന്നു? പറഞ്ഞു, ഗെത്സമനെ. ഓക്കെ, ഗെത്സമനിലോട്ടാണ് പോയത്, ഗെത്സമനെ തോട്ടത്തിലോട്ടാണ് പോയത്. പക്ഷെ ആ ഒരു തോട് കടന്നെന്ന് പറഞ്ഞായിരുന്നു. ഏത് തോടായിരുന്നു? കിദ്രോൻ തോട്. കറക്റ്റാണ്. കെദ്രോൻ തോട്. കെദ്രോൻ തോട് കടന്നാണ് യേശു ഗെത്സമനയിൽ പ്രാർത്ഥിക്കുവാൻ വേണ്ടിയായിട്ട് പോകുന്നത്. സോ ഇവിടെ കാണുന്നത് താൻ ആ സിറ്റിക്ക് പുറത്തുള്ളൊരു സ്ഥലമായ ഗോൽഗോഥയിലേക്ക് എത്തപ്പെട്ടു. ശരിക്കും പറഞ്ഞാൽ എന്താണ് ഈ പാളയത്തിന് പുറത്തു പോകുക എന്നുള്ളത് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അതായത് നമുക്കറിയാം പഴയ നിയമത്തിലേക്ക് വരുമ്പോൾ, ലെവിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടിലേക്ക് വരുമ്പോൾ പാപം മറയ്ക്കപ്പെടണം, പാപം ക്ഷമിക്കപ്പെടണം. അതിനെ ഇഗ്നോർ ചെയ്യാൻ പറ്റത്തില്ല, പാപം ക്ഷമിക്കപ്പെടണം. സോ പാപം ക്ഷമിക്കപ്പെടണമെങ്കിൽ ഒരു വ്യക്തി മൃഗവുമായിട്ട് അടുത്ത് വരുന്നു, അതിൻ്റെ തലമേൽ താൻ കൈവെക്കുന്നു, പുരോഹിതനും കൈവച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം അതിന് യാഗം കഴിക്കുകയാണ്. അവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, പാളയത്തിന് പുറത്തു കൊണ്ടുപോയി അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അതിൻ്റെ ക്ലെൻസിങ് പ്രോസസ്സൊക്കെ പറയുന്നുണ്ട്. സോ ശരിക്കും പറഞ്ഞാൽ അത് തന്നെയാണ് യേശു ഇവിടെ ചെയ്യുന്നത്. മാനവരാശിയുടെ മുഴുവൻ പാപത്തിനു വേണ്ടി വൺസ് ആൻഡ് ഫോർ ഓൾ ഹി വാസ് ടേക്കിംഗ് ദാറ്റ് സാക്രിഫൈസ് ഓൺ ഹിംസെൽഫ്. താൻ ആ യാഗം തൻ്റെ ആ ഒരു ആലയത്തിൽ വെച്ചല്ല നടത്തുന്നത്, താൻ പാപം ചുമന്നുകൊണ്ട് എവിടേക്ക് പോവുകയാണ്? പാളയത്തിന് പുറത്തു പോയി അവിടെയാണ് താൻ യാഗം കഴിക്കപ്പെടുന്നത്. ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? ഔട്ട്സൈഡ് ദ ക്യാമ്പിലാണ് പോയി യാഗം കഴിക്കപ്പെടുന്നത്. സോ ബീങ് ടേക്കൻ ഔട്ട്സൈഡ് ദ ക്യാമ്പ് മീൻസ് യു വെർ അസോസിയേറ്റഡ് വിത്ത് ഇംപ്യൂരിറ്റി, യു വെർ കട്ട് ഓഫ് ഫ്രം ദി കമ്മ്യൂണൽ വർഷിപ്പ്, യു വെർ പ്ലേസ്ഡ് ഇൻ ദ റെം ഓഫ് ഷെയിം ആൻഡ് റിജക്ഷൻ. ശരിക്കും യേശുവിനെ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ശരിക്കും വളരെ നാണം കെട്ട രീതിയിലാണ് ആ ഒരു പ്രോഗ്രസ് മൊത്തം നടക്കുന്നത്. മറ്റുള്ളവർ കാണുമ്പോൾ ചിരിക്കുന്നു, ഇതൊക്കെ ആ ഒരു കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇതിൻ്റെ ആ ഒരു മീനിങ് കുറച്ചുകൂടെ എക്സ്പ്ലനേഷൻ നമുക്ക് മനസ്സിലാവണമെങ്കിൽ ഹീബ്രൂസ് ചാപ്റ്റർ 13 വേഴ്സസ് 11 and 12 ഒന്ന് വായിക്കാമെങ്കിൽ വളരെ സന്തോഷമായിരിക്കും. എബ്രായ ലേഖനം 13-ാമത്തെ അധ്യായം അതിൻ്റെ 11-12 വാക്യങ്ങളൊന്ന് വായിക്കാമോ? ഓക്കെ, താങ്ക് യു സോ മച്ച്. ആ വാക്യം ഒന്ന് ശ്രദ്ധിക്കണമേ. മഹാപുരോഹിതൻ പാപപരിഹാരമായ രക്തം. മഹാപുരോഹിതൻ മഹാപാപ പരിഹാര ദിവസം നമ്മൾ ചിന്തിച്ചായിരുന്നു. മഹാപാപ പരിഹാര ദിവസത്തിൽ 2 ആടുകളെ കൊണ്ടുവരുന്നു, ഓർമ്മയുണ്ടല്ലോ? ഡേ ഓഫ് അറ്റോൺമെൻറ്റിൽ ഒരു ആടിനെ യാഗം കഴിക്കുന്നു, മറ്റേ ആടിനെ അസസ്സയിൽ നിന്ന് വെച്ച് മരുഭൂമിയിലേക്ക് അഴിച്ചുവിടുന്നു. അത് പാപപരിഹാരമായ രക്തം വിശുദ്ധ മന്ദിരത്തിലേക്ക് കൊണ്ടുപോകുന്നു. ആ രക്തമെടുത്ത് വിശുദ്ധ മന്ദിരത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. പക്ഷെ മൃഗങ്ങളുടെ ഉടൽ എന്ത് ചെയ്യുവാണ്? പാളയത്തിന് പുറത്ത് വെച്ച് ചുട്ടുകളയുകയാണ്.
അങ്ങനെ തന്നെ യേശുവും സ്വന്തം, ഇവിടെ ആക്ച്വലി യാഗമൃഗവും യേശുവാണ്, മഹാപുരോഹിതന്മാരാണ് യേശുവാണ്. ഈ രണ്ടും യേശു തന്നെയാണ് ഈ പ്രക്രിയ നടക്കുന്നത്. ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്തു വെച്ച് കഷ്ടമനുഭവിച്ചു. ക്രൂശിലെ കഷ്ടം മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന എല്ലാ കഷ്ടതകളും മനുഷ്യന്റെ പാപത്തെ ചുമന്നൊഴിക്കുവാൻ വേണ്ടിയുള്ള കാര്യമായിരുന്നു. സോ ജീസസ് ഈസ് ദി ട്രൂ സിൻ ഓഫറിങ്. ശരിക്കുമുള്ള യഥാർത്ഥമായിട്ടുള്ള ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള സിൻ ഓഫറിങ് ആരായിരുന്നു? യേശു ക്രിസ്തുവായിരുന്നു. സോ ജീസസ് ബെയർസ് റിജക്ഷൻ ടു റിമൂവ് റിജക്ഷൻ. താൻ ത്യജിക്കപ്പെട്ടു. എന്തിനു വേണ്ടിയാണ്? മനുഷ്യനെ പിതാവുമായി നിരപ്പിക്കുവാൻ വേണ്ടി ആ റിജക്ഷൻ താൻ ഏറ്റുവാങ്ങുവാൻ ഇടയായി തീർന്നു. ആൻഡ് ഓൾസോ ജീസസ് സാങ്ക്ടിഫൈസ് ദ പീപ്പിൾ ത്രൂ ഹിസ് ബ്ലഡ്. തൻ്റെ രക്തത്താൽ മനുഷ്യനെ നിരപ്പിക്കുവാനുള്ള അവസരം ഉണ്ടാകുകയാണ്. സോ ദ ഗ്രേറ്റ് എക്സ്ചേഞ്ച് ഹാപ്പൻസ് ഔട്ട്സൈഡ് ദി സിറ്റി. ഈ ഒരു റെക്കൺസിലിയേഷൻ മുഴുവൻ നടക്കുന്നത് എവിടെ വെച്ചാണ്? ആ പാളയത്തിന് പുറത്ത്, ആ സിറ്റിക്ക് പുറത്താണ് മൊത്തം നടക്കുന്നത്. സോ അറ്റ് ഗോൽഗോഥയിലേക്ക് നോക്കുമ്പോൾ സിൻ ഈസ് പ്ലേസ്ഡ് ഓൺ ക്രൈസ്റ്റ്. ക്രിസ്തുവിൻ്റെ മേലാണ്, യേശുവിൻ്റെ മേലാണ് മാനവരാശിയുടെ പാപം മുഴുവൻ ആക്കപ്പെടുന്നത്. റൈച്ചസ്നെസ് ഈസ് ഓഫേർഡ് ടു ദോസ് ഹു ബിലീവ്. വിശ്വസിക്കുന്നവർക്ക് നീതീകരണം എവിടെയാണ് നൽകപ്പെടുന്നത്? ആ ഗോൽഗോഥയിലാണ് നടക്കുന്നത്. ആൻഡ് ഓൾസോ കേഴ്സ് ഈസ് ടേക്കൺ ബൈ ജീസസ്. നമ്മുടെ പാപത്തിൻ്റെ അനന്തരഫലമായി ഉണ്ടായ ശാപം മുഴുവൻ തൻ്റെ ശരീരത്തിന്മേൽ വഹിക്കുകയാണ്. നമുക്കറിയാവുന്ന വാക്യമാണ്, അവൻ നമുക്ക് വേണ്ടി പാപമായി മാറി എന്ന വാക്യം നാം കാണുന്നുണ്ട്. ആ പാപത്തിലൂടെ അതിൻ്റെ ബാക്കിയുള്ള കാര്യത്തെയും താൻ ചുമന്നൊഴിക്കുവാൻ ഇടയായി തീർന്നു. ആൻഡ് ഓൾസോ ഫൈനലി അതിലൂടെ ഉണ്ടാകുന്ന അനുഗ്രഹം വിശ്വസിക്കുന്ന നാം ഓരോരുത്തർക്കും പ്രാപിക്കുവാൻ ഇടയായി തീർന്നു. ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്താണെന്ന് അറിയാമോ? നമ്മൾക്ക് അബ്ബാ പിതാവ് എന്ന് വിളിക്കുവാനുള്ള പുത്രത്വത്തിൻ്റെ അവകാശത്തെ നമുക്ക് നൽകി. അല്ലെങ്കിൽ വി ആർ കോൾഡ് ആസ് ദി എയേഴ്സ് ഓഫ് ദി ഫാദർ. അവൻ്റെ എല്ലാവിധമായ അനുഗ്രഹത്തിനും ഓഹരക്കാരായി തീരുവാൻ തക്കവണ്ണം ഈ ക്രൂശിലെ യാഗത്തിലൂടെ സാധ്യമായി തീരുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ക്രൂശീകരണം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഈവൻ്റായിട്ടല്ല അത് പറയേണ്ടത്. അതിനകത്ത് നടക്കുന്ന ഓരോ കാര്യങ്ങളെയും വളരെ ഡീറ്റെയിൽഡായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ മാഹാത്മ്യം ശരിക്കും നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ചയിൽ നാം ചിന്തിച്ച് തുടങ്ങിയത് എവിടെയായിരുന്നു? യേശുവിനെ അടിച്ചു, അല്ലെങ്കിൽ ആ യേശുവിൻ്റെ ആ പീഡനത്തെയാണ് നാം ചിന്തിച്ചത്. ഇന്ന് താൻ കാൽവരി ക്രൂശിന്മേൽ ഗോൽഗോഥയിലേക്ക് നാം നടന്നു, ഗോൽഗോഥയിൽ ക്രൂശിക്കപ്പെടുവാൻ ഇടയായി തീരുകയാണ്. സോ ഞാൻ അവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ലേറ്റർ പാസേജ് 19:2 ഉള്ള ബാക്കിയുള്ള വേദഭാഗങ്ങൾ നമ്മൾ അടുത്ത ആഴ്ചയിൽ നാം ചിന്തിക്കുവാൻ വേണ്ടി അവസരങ്ങൾ എടുക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. സോ ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിനകത്ത് എപ്പോഴും ഉണ്ടാകണം. ഹല്ലേലൂയ. നമ്മൾ യേശുവിനെ രക്ഷിതാവും കർത്താവായി അംഗീകരിക്കുന്നു എന്നുള്ള ഒറ്റ വാചകത്തിനകത്ത് നമുക്കെല്ലാം നടന്നു എന്നുള്ള ചിന്ത നമുക്കുണ്ട്. അല്ല, അതിനകത്ത് നടക്കുന്ന ഓരോ പ്രക്രിയയും, ആ ഓരോ കഷ്ടപ്പാടുകളും, ആ ഓരോ പാപപരിഹാരത്തിൻ്റെ ആ ഒരു പ്രൊസീജിയറുകളൊക്കെ നമ്മുടെ ഹൃദയത്തിനകത്ത് എപ്പോഴും ഉണ്ടാകണം. ഹല്ലേലൂയ. ഇങ്ങനെ നാം ക്രൂശിനെ ധ്യാനിക്കുമ്പോൾ, ഇങ്ങനെ നാം ക്രൂശുമായി അപ്രോച്ച് ചെയ്യുമ്പോൾ നാം വളരെ ഭയഭക്തി ബഹുമാനത്തോടു കൂടി മാത്രമേ ദൈവസന്നിധിയിലേക്ക് നാം കടന്നു വരുവാൻ പാടുള്ളൂ. ഹല്ലേലൂയ. നമുക്ക് നമ്മെ തന്നെ ദൈവത്തിൻ്റെ കാര്യങ്ങളിലേക്ക് സമർപ്പിക്കാം. കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ളവരായിട്ട് ഇനി ജീവിക്കാൻ ഞങ്ങളെ അനുവദിക്കരുത്. കർത്താവേ, അങ്ങയുടെ ഹിതപ്രകാരം ഞങ്ങളെ ജീവിക്കുവാൻ അങ്ങയുടെ ആത്മാവ് ഞങ്ങളെ സഹായിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഈ വചനങ്ങളെ കർത്താവ് നമ്മെ ധാരാളമായിട്ട് സഹായിക്കുമാറാകട്ടെ. സ്തോത്രം.